ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ പുട്ടുപൊടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലിട്ട് കാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എരിവിലുള്ളൊരു മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. മുട്ടപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഒരു 6 പപ്പടം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമാണ് നമ്മൾ പപ്പടം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി പപ്പടം ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. ഇനി പപ്പടം ഒന്ന് കുതിർന്ന് വരുന്ന ടൈം കൊണ്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് എടുക്കുന്നുണ്ട്. ഇത് ഫുള്ളും എടുക്കുന്നില്ല, ഞാൻ ഇതിൽ നിന്നൊരു 1.5 കപ്പ് അരിപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ ഇത് നമ്മൾ പുറത്തെടുത്താൽ അപ്പം തന്നെ ഇതിങ്ങനെ ചെയ്യരുത് കേട്ടോ. അതിൻ്റെ തണുപ്പ് വിട്ടതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണോ നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതേ സെയിം അളവിൽ തന്നെ മൈദ എടുക്കുക. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തതിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം, പക്ഷേ ഇത്ര തന്നെ ആണ്ട് നന്നായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദ തന്നെ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി വീണ്ടും 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ജാറിൽ കുറച്ച് കൂടെ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതേ ലൂസിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പപ്പടം ചേർത്തിട്ടില്ല, അതുകൂടി ഒന്ന് അരച്ചെടുത്ത് ചേർക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ലൂസായിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ടാണ് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് എരിവുള്ളതാണെങ്കിലും നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ എരിവിലല്ല ഇതുണ്ടാക്കുന്നത്, സാധാരണ മുട്ടപ്പത്തിരി പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണിന് പകരം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് പപ്പടം അരച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ്, ഒരു തവി മാവ് ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പപ്പടം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ പപ്പടം കൂടി അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതിലേക്കുള്ള സവാള പച്ചമുളകൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കുക. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, നല്ല ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടിച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സവാള, പച്ചമുളക്, വേപ്പില ഇത് 3 മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് എടുക്കുക.
ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും വേപ്പിലൊക്കെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അങ്ങ് മാറ്റി വെക്കാം. അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലത്. ഞാനൊരു 15 മിനിറ്റ് മാത്രമാണ് മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് മുട്ടപ്പത്തിരി ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ തവി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടി പാക്കറ്റ് പൊടിയാണ്. ഇനി ഇത് ഒരു സൈഡായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ടൈം നല്ലോണം ചൂട് വേണം. അതിനുശേഷം നമുക്കൊന്ന് നല്ല കുറച്ച് വെച്ചിട്ട് വേണം അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് ഇതുപോലെ ബ്രൗൺ ആക്കിയിട്ട് എടുക്കുന്നതാവും ഇഷ്ടം. ഇവിടെ മക്കൾക്ക് ഇതുപോലെ ബ്രൗൺ ആവണം, എന്നെങ്കിലാണ് അവർ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ബ്രൗൺ ആക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ ഒരു അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 12 മുട്ടപ്പത്തിരി ഉണ്ടാക്കാനുള്ള ഉണ്ടാവും. ഇതിൻ്റെ പേര് മുട്ടപ്പത്തിരി എന്നാണെങ്കിലും മുട്ടയില്ലാത്ത പത്തിരിയാണിത്. ഇതിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മുട്ട ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പപ്പടം ചേർത്താൽ തന്നെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ചില സമയങ്ങളൊക്കെ നമ്മളെ മക്കൾ പെട്ടെന്ന് ക്ലാസ്സിന് ഓടുന്ന ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാതെ പോകും. പുട്ടിന് നമ്മൾ നനക്കും ചെയ്തിട്ടുണ്ടാവും, അവർക്കത് കഴിക്കാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി ചെയ്യാറ് ഞാൻ. അപ്പോൾ ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കും. ചിലത് നമുക്ക് പരീക്ഷണം വിജയിച്ച് കിട്ടും. അതുപോലെ ശരിയായി കിട്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അങ്ങനെ ഇതാ ലാസ്റ്റത്തെ മുട്ടപ്പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പുട്ടുപൊടിയൊക്കെ ബാക്കി വരുമ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.